السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ആദരണീയരായ ഈ എരഞ്ഞിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ആദർശ ബന്ധുക്കളെ, ഇവിടെ ഈ സദസ്സിൽ അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് ചേരാൻ സാധിച്ചതുപോലെ നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ചേരാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ ബന്ധങ്ങളും സമകാലിക ലോകത്തെ വെല്ലുവിളികളും എന്നുള്ള വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ട്. ഈ അടുത്തായി പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഷയങ്ങളാണ് ഖത്തറിലെ ദൗഹയിൽ ഹമാസിൻ്റെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉലയുന്ന വാർത്തകൾ. അമേരിക്ക ഏത് രാഷ്ട്രത്തിൻ്റെ ചേരിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ ഏത് രാഷ്ട്രത്തിൻ്റെ ചേരിയിലേക്ക് ചേരുമെന്ന ചർച്ചകൾ. അതുപോലെയുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കൗതുകത്തോടുകൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അനേകം വിഷയങ്ങൾ നമുക്ക് മുമ്പിലുള്ളപ്പോൾ ലോകം മുഴുക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വിഷയങ്ങൾ വേറെയും, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെയുള്ള അനേകം മറ്റു വിഷയങ്ങൾ. ഈ വിഷയങ്ങളുടെയൊക്കെ തള്ളിച്ചയിലാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനം ഇനി കുറച്ച് കാലം, മാസങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ലോകത്ത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും, ഗൾഫ് കൺട്രീസിലാവട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലാവട്ടെ, കേരളത്തിലാവട്ടെ,
നമ്മുടെ പ്രസ്ഥാനത്തിന് വേരുകളുള്ള, നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തുള്ള ആളുകൾ ഒരുമിക്കുന്ന മേഖലകളിലൊക്കെയും നമ്മുടെ അണികളെ തെര്യപ്പെടുത്തേണ്ട, ബോധ്യപ്പെടുത്തേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട വലിയ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്ന പവിത്രമാണ് ബന്ധങ്ങൾ, പരിശുദ്ധമാണ് കുടുംബം എന്ന് പറയുന്ന ഈ വിഷയം. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എന്തിനാണ് ഇതിനു മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നു, അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നു എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കണ്ടറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല, ലോകത്ത് 1990കളിൽ ഇറങ്ങിയ, അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ ചട്ടയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും കാണാൻ കഴിയണമെന്നില്ല, എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ പുസ്തകത്തിൻ്റെ പേര് ഒരു പക്ഷേ നമുക്കറിയാം. ആ പുസ്തകം എഴുതിയ അതിൻ്റെ ഓതറേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകവും ആ പുസ്തകത്തിലെ ചർച്ച വിഷയം. ആ പുസ്തകത്തിൻ്റെ നാമം പിന്നീട് ലോകമെമ്പാടും ഒരു രാജ്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന, ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സോഷ്യൽ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നുള്ളതാണ്. ഒട്ടും അതിൻ്റെ ചൂടും അതിൻ്റെ കനവും ചോരാതെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ തന്തയില്ലാത്ത അമേരിക്ക എന്ന് അർത്ഥം പറയേണ്ടി വരും. ഒരു പുസ്തകത്തിൻ്റെ പേരാണ് തന്തയില്ലാത്ത അമേരിക്ക, ഫാദർലെസ് അമേരിക്ക. ഈ പുസ്തകം ഇറങ്ങിയത് 1990കളിലാണ്. 90ലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. 1990കളിൽ അമേരിക്ക എന്ന രാഷ്ട്രം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് കൊടുത്ത താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫാദർലെസ് അമേരിക്ക, കൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് അർജന്റ് സോഷ്യൽ പ്രോബ്ലം. നമ്മുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സാമൂഹിക വിഷയത്തെ ചർച്ചക്കിടുന്ന, മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുസ്തകമെന്ന്. എന്താണ് അവർ പറഞ്ഞത്? മോസ്റ്റ് അർജന്റ് സോഷ്യൽ പ്രോബ്ലം, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ സാമൂഹിക വിഷയം എന്താണ്? തന്തയില്ലാതെ നമ്മുടെ നാട്ടിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വർത്തിക്കുന്നത് എന്നാണ് പുസ്തകം പറയുന്നത്. ആ പുസ്തകം ഇറങ്ങിയിട്ട് ഏകദേശം 35 വർഷങ്ങൾ കഴിഞ്ഞു. 2025 നമ്മൾ നിൽക്കുമ്പോൾ 90കളിൽ ഇറങ്ങിയ പുസ്തകം 3 പതിറ്റാണ്ട് പിന്നിട്ട് 35 വർഷങ്ങൾ, 1/4 നൂറ്റാണ്ടിലധികം സഞ്ചരിച്ചു ആ നാട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ സ്ഥിരമായി നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽപ്പെട്ടതാണ് ആയുധമേന്തിക്കൊണ്ട് കലാലയങ്ങളിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികൾ സഹവിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിച്ചു എന്ന വാർത്തകൾ. അത് ദിനപത്രങ്ങളിൽ ദിനേനയെന്നോണം അവർ കേട്ടുകൊണ്ടിരിക്കുന്ന, ലോകം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ആയുധം ഉപയോഗിച്ചുകൊണ്ട് അപരനെ, സഹോദരനെ, സഹവിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യം. ഇങ്ങനെ 2 വർഷങ്ങൾക്ക് മുമ്പ് 56 സ്കൂളുകളിൽ നടന്ന ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു പഠനം നടത്തി. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നൊരു സാധനമുണ്ട്, ഫാദർലെസ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ അമേരിക്കൻ സൊസൈറ്റി എന്ന പേരിൽ ഒരു ജേണൽ വരികയാണ്, ഒരു ചർച്ച വരികയാണ്. തന്തയില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നവും അതുകൊണ്ടുണ്ടാകുന്ന, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുമെന്നാണ് അതിൻ്റെ ഹെഡിങ് ആയി കൊടുത്തത്. എന്നിട്ട് എന്താണ് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് അറിയോ? 56 സ്കൂളുകളിൽ നമ്മൾ നടത്തിയ ഇത്തരം 56 വെടിവെപ്പ് സംഭവങ്ങൾ, 56 സ്കൂളുകളിൽ നടന്ന സഹവിദ്യാർത്ഥികളെ വെടിവെച്ചു വന്ന കേസിലെ പ്രതികളുടെ സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ച് അവരുടെ ഈ മോട്ടീവ്, ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള അവരുടെ സാഹചര്യവും താല്പര്യവും ഒക്കെ എന്താണെന്ന് പരിശോധിച്ച് പുറത്തു വരുന്ന കണക്കാണ്.
ഈ കൊലപാതകം നടത്തിയ 100% ഈ കുറ്റവാളികളിൽ 80% എന്ന് പറഞ്ഞാൽ 56 കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളിൽ 80% ഫാദർലെസ് ആണ് എന്നുള്ളതാണ്. പിതാവാരാണെന്നറിയാതെ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന മക്കളാണ്. അമേരിക്കയിലെ തടവറകളിൽ കഴിയുന്ന കുറ്റവാളികളിൽ 80% പിതാവാരാണെന്നറിയാത്ത സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനെ വളർന്നു വന്ന കുറ്റവാളികളാണ്. ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം ഇറങ്ങിയ സമയത്ത് ചർച്ച ചെയ്തത് ഈ വിഷയമാണ്. ഒരു കുഞ്ഞിന് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ പരിചരണമുണ്ട്, പരിരക്ഷയുണ്ട്. ഒരു കുഞ്ഞ് കുടുംബത്തിലൂടെ വളർന്നു വരുമ്പോൾ മാത്രം ലഭിക്കുന്ന മാനുഷിക മൂല്യങ്ങളുണ്ട്, ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കുറ്റകൃത്യങ്ങളിലെ 80% സിംഹഭാഗം കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ആൻറ്റി സോഷ്യലായി, സാമൂഹിക വിരുദ്ധരായി നമ്മുടെ പുതിയ തലമുറ മാറാൻ കാരണമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഈ അപകടത്തെയാണ് 1990കളിൽ ഫാദർലെസ് എന്ന് പറയുന്ന പുസ്തകം, ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം അഡ്രസ്സ് ചെയ്തത്. നമ്മുടെ നാടിതാ ഒരു ദുരന്തത്തിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ പുതിയ തലമുറകൾക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല, കൗടുംബികമായ ജീവിതത്തോട് അവർക്ക് ഒട്ടുമേ താല്പര്യമില്ല. പാറി നടക്കും വണ്ടുകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ എന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് കേട്ടിട്ടുണ്ട്. പിന്നീട് ഇടക്കാലത്ത് അത്തരം വാക്കുകളും വാദമുഖങ്ങളുമൊക്കെ നമ്മുടെ പ്രധാന പരിസരത്ത് നിന്ന് മാറി. വീണ്ടും അതുപോലെയുള്ള വർത്തമാനങ്ങൾ സിനിമയുടെ രൂപത്തിൽ, സീരിയലിൻ്റെ രൂപത്തിൽ, പുരോഗമനത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പാറി നടക്കും വണ്ടുകൾക്കൊന്നും വേളി കഴിക്കാറില്ലല്ലോ. കാളക്കിന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും 4-ാം നാളും വേറെ വേറെ വേളി. കാള ഇന്നൊരു കല്യാണം, നാളെ മറ്റൊരു കല്യാണം, മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും വേറെ വേറെ കല്യാണം. പിന്നെന്തേ മനുഷ്യന് മാത്രം വിവാഹമെന്ന ഈ ദുരാചാരം. ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട് കേട്ടത്. അധികം ഒന്നും പുറകോട്ട് പോകണ്ട. ഈ 1990കളിൽ അമേരിക്ക എന്ന മണ്ണ് കേട്ടുകൊണ്ടിരുന്നതും ഇത് തന്നെയാണ്. ഇങ്ങനെ വളർന്നു വരുന്ന മക്കൾ സാമൂഹികമായി ഒരു വെല്ലുവിളിയായി മാറുന്നു. കുടുംബങ്ങൾ തകരുന്നു, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നു, കുട്ടികൾക്ക് സാമൂഹിക ബോധമില്ലാതെയാകുന്നു, കുട്ടികൾക്ക് കരുണ, ദയ, അനുകമ്പം തുടങ്ങിയ മൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നു. ഇതിന് പ്രധാന കാരണമായി വർത്തിക്കുന്നത് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരാത്ത മക്കളായി അവർ വളരുന്നു എന്നുള്ളതാണ്. ഈ വിഷയം മുന്നോട്ട് വന്നപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ആ നാട് ഇതിനെ വേണ്ട രൂപത്തിൽ സ്വീകരിച്ചില്ല. ആ മണ്ണ് ഇതിന് വേണ്ട വില നൽകിയില്ല. ഈ പുസ്തകത്തിന് കൃത്യമായി മറുപടി നൽകാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്ന് അമേരിക്ക എന്ന നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണമായി വർത്തിക്കുന്നത്. അമേരിക്കയിൽ പഠനങ്ങൾ പറയുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനം, ഹയർ സെക്കൻഡറി മുതൽ തുടർ പഠനം നടത്തുന്നതിൽ കൊഴിഞ്ഞു പോകുന്ന കുട്ടികൾ, അഥവാ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠനം അവസാനിപ്പിക്കുന്ന കുട്ടികളിൽ 70%വും പിതാവാരാണെന്നറിയാതെ വരുന്ന മക്കളാണ്. അവർക്ക് വേണ്ട സപ്പോർട്ട് ലഭിക്കുന്നില്ല. തുടർ പഠനം നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക ചെലവുകളും സാമൂഹികമായ അവസ്ഥയും അവർക്ക് ലഭിക്കുന്നില്ല. 70% കുട്ടികളും, പിതാവില്ലാതെ ജനിക്കുന്ന 70% കുട്ടികളും പഠനം അവസാനിപ്പിക്കുകയാണ്. അമേരിക്കയിൽ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളിലെ ദാരിദ്ര്യത്തിൻ്റെ കണക്കെത്ര എന്നറിയുമോ? 30%. അതേസമയം മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ വളരുന്ന മക്കൾക്കിടയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പം ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വന്നത്. 5% മാത്രമാണ് അവരിലെ ദാരിദ്ര്യമെങ്കിൽ 25% കൂടുതലാണ് ഇങ്ങനെ വളരുന്ന മക്കൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ കാണുന്ന സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ജാമിയ നദവിയയിലെ BEd എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരിക്കൽ ക്ലാസ് എടുത്തു. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ 100ഓളം കുട്ടികൾ മുമ്പിലുണ്ട്. ഞാൻ കുടുംബം എന്നതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരോടൊരു ചോദ്യം ചോദിച്ചു.
എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ പിതാവിൻ്റെ മാതാവിൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ 100% സ്വമേധയാ പണം നൽകി ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത ആളുകളൊന്ന് കൈപൊന്തിച്ചേ. ഞാൻ വിചാരിച്ചു ഒരു 4-5 ആളുകളൊക്കെ കൈപൊന്തിക്കും. വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നും സപ്പോർട്ടില്ലാതെയാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തത്, ഞാൻ തന്നെയാണ് ഫീ പേ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ഡൊണേഷൻ കൊടുത്തത് എന്നൊക്കെ പറയുന്നു. ഒരൊറ്റ കുട്ടി കൈപൊന്തിച്ചില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വസുഖങ്ങളുടെയും അടിസ്ഥാന ആണിക്കല്ലായി വർത്തിക്കുന്നത് നമ്മുടെ കുടുംബ സംവിധാനങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മാതാപിതാക്കളില്ലാതെ വളർന്നു വന്നിരുന്നുവെങ്കിൽ നമ്മുടെ സാമൂഹിക സാഹചര്യം എന്താകും? പിതാവ് മരണപ്പെടുന്ന കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഫാദർ ആരാണെന്നറിയാതെ വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ, ആ കുട്ടിയെ സമൂഹത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആ കുട്ടി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ. മാൽക്കം എക്സ് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ട്. അമേരിക്കയിലെ തെരുവോരങ്ങളിൽ ഫാദർലെസ്സായി വളർന്നു വന്ന, അണ്ടർവേൾഡ് കിങ് എന്ന് വിളിക്കാവുന്ന, ലഹരിയും പെണ്ണും തോന്നിവാസങ്ങളും ആഭാസങ്ങളും തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളുമായി കടന്നു വന്നൊരു മനുഷ്യൻ മാൽക്കം എക്സ്. അയാൾ ഇസ്ലാമിൻ്റെ ആദർശത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തൻ്റെ ജീവചരിത്രം ഒരു പുസ്തകമായി രചിച്ചു. മാൽക്കം എക്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ പുസ്തകം പുറത്തിറങ്ങിയത്. മലയാളത്തിലേക്ക് വരെ മൊഴിമാറ്റം നൽകപ്പെട്ട ഒരു പുസ്തകമാണത്. മാൽക്കം എക്സ് എന്ന ആ വ്യക്തിയുടെ പുസ്തകം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും, അമേരിക്ക എന്ന നാടിൽ പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മലീമസമായ സാഹചര്യവും, ഇതുപോലെ കടന്നു വരുന്ന ഫാദർലെസ് ആയിട്ടുള്ള മക്കളും, സൊസൈറ്റിയോട് ദേഷ്യം, സ്നേഹത്തോട് ദേഷ്യം, അനുകമ്പയോട് ദേഷ്യം, സമൂഹത്തിലെ എല്ലാ നന്മകളോടും ദേഷ്യമുള്ള സമൂഹമായി പുതിയ തലമുറ കടന്നു വരുന്നെന്നും അതിൻ്റെ കാരണമായി വർത്തിക്കുന്നത് നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുടുംബ സംവിധാനത്തിലല്ല മക്കൾ വളരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും അമേരിക്കയിൽ അങ്ങനെ അതിന് മാത്രം വലിയ പ്രശ്നമുണ്ട്. അമേരിക്കയിൽ കണക്ക് പറയുന്നത് 4 കുട്ടി ജനിക്കുമ്പോൾ അതിലൊന്ന് ഫാദർലെസ് ആണെന്നാണ്. അമേരിക്കയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളിൽ 20 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ 20 ലക്ഷത്തിൽ 5 ലക്ഷവും പിതാവ് ആരാണെന്നറിയാത്ത മക്കളാണ്. അവർക്ക് കുടുംബം എന്താണെന്നറിയില്ല, കൂട്ടായ ജീവിതം എന്താണെന്നറിയില്ല, പരസ്പരം നൽകേണ്ട സഹകരണം എന്താണെന്നറിയില്ല, സ്നേഹം എന്താണെന്നറിയില്ല, അനുകമ്പ എന്താണെന്നറിയില്ല, മാതാവ് ആരാണെന്നറിയില്ല, പിതാവ് ആരാണെന്നറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ വളരുന്ന മക്കളുടെ ഒരു സാമൂഹികാവസ്ഥ, അവരനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ. ആ മക്കൾ അവിടെയാണ് ആ രാജ്യത്തിന് വെല്ലുവിളിയാകുന്നത്. ആ മക്കൾ അവിടെയാണ് ഒരു ദുരന്തമായി വർത്തിക്കുന്നത്. ഈ പ്രശ്നമാണ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം അഡ്രസ്സ് ചെയ്യുന്നത്. കുടുംബ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് അപകടമാണ്. ഇത്തരം വിഷയങ്ങളിൽ പഠനം നടത്തിയ സാമൂഹിക ശാസ്ത്രജ്ഞർ എല്ലാവരും അവരും മതഭേദമന്യേ പറയുന്നുണ്ട്, മനുഷ്യൻ ഇന്നോളം നേടിയ സകലമാന പുരോഗതിയുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് മനുഷ്യൻ കാത്തുസൂക്ഷിക്കുന്ന കുടുംബ സംവിധാനമാണ്. മനുഷ്യൻ ഇന്ന് വരെ നേടിയ സകല പുരോഗതിയുടെയും അടിസ്ഥാനം കുടുംബ സംവിധാനമാണ്. വിവാഹിതരാവുക, വിവാഹത്തിൻ്റെ പേരിൽ പരസ്പരം ഒന്നിക്കുക, പരസ്പരം കരാറുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക, ജനിക്കുന്ന കുഞ്ഞിന് പിതാവ് നൽകേണ്ട അവകാശങ്ങൾ പിതാവ് കൊടുക്കുക, മാതാവ് കൊടുക്കേണ്ട അവകാശങ്ങൾ മാതാവ് കൊടുക്കുക. അപ്പോൾ മാത്രമേ ആ കുഞ്ഞ് സുരക്ഷിതമായി വളരുകയുള്ളൂ. ആന എന്ന് പറയുന്ന ജീവി 2 വർഷമാണ് ഗർഭകാലയളവ്, 2 വർഷം. പിന്നീട് ഒരു ആന പ്രസവിച്ചു കഴിഞ്ഞാൽ 8 കൊല്ലക്കാലം തൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ട് നടക്കും. ഒരു ആനയുടെ പ്രസവവും തുടർന്നുള്ള പരിചരണവും പരിഗണിച്ചാൽ ഒരാന പ്രസവിക്കുന്നത് 10 കൊല്ലം കഴിയുമ്പോൾ. ഒരു കുഞ്ഞ് പ്രസവിച്ച് ഒരാനയുടെ ജീവിതത്തിൽ പരമാവധി 4 പ്രസവങ്ങളാണ് നടക്കുക. 2 കൊല്ലം ഗർഭം ചുമന്ന്
10 കൊല്ലം 10 കൊല്ലം പാല് കൊടുത്ത് പരിചരിക്കുന്ന ഒരാന ഈ 10 കൊല്ലം കൊണ്ടാണ് തൻ്റെ കുഞ്ഞിനെ കാടിന് ചേരുന്ന, കാടിൻ്റെ നിയമങ്ങൾ അറിയുന്ന, കാടിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിയായി വളർത്തുന്നത്. സിംഹം, കടുവ, അങ്ങനെ എണ്ണിക്കോളൂ. എല്ലാ ജീവിവർഗങ്ങളും ഒരു പിതാവിൻ്റെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ മാതാവായിരിക്കാം അതിനെ സംരക്ഷിക്കുന്നത്. മൃഗങ്ങളുടെ ലോകത്തതാണ്. ഈ മാതാവാണ് എങ്ങനെ ഇര പിടിക്കണം, എങ്ങനെ ഒരു മൃഗത്തെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ മൃഗത്തെ അതറിയാതെ അതിനെ ചേസ് ചെയ്യാൻ കഴിയും, എങ്ങനെ അത് ഭക്ഷിക്കണം, ഏതൊക്കെ മൃഗങ്ങളെ ഭയപ്പെടണം, രോഗം വന്നാൽ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കേണ്ടതപ്പോൾ കഴിക്കാൻ പാടില്ലാത്തതപ്പോൾ, ഇന്നിങ്ങനെ നിയമങ്ങൾ മുഴുവനും ഒരു മൃഗത്തിനും ജീവജാലങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ജന്മം നൽകിയ മാതാവിൽ നിന്നാണ്. മനുഷ്യൻ ഒന്നുകൂടി അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നവനാണ്. മനുഷ്യൻ വളരുന്നത് മൃഗങ്ങൾക്ക് ഒരു പക്ഷേ അള്ളാഹു ജീനിൽ കൊടുക്കുന്നതാണ്, ജന്മന ജീനിൽ കൊടുക്കുന്ന. ഏതൊരു ജീവിക്കും അതിൻ്റെതായ ജീവിത സാഹചര്യങ്ങൾ ഒട്ടുമുക്കാലും അള്ളാഹ് ജീനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ ഒന്നും അറിയാത്തവനാണ്. മനുഷ്യൻ മുഴുവൻ ആർജിച്ചെടുക്കണം. അത് ആർജിച്ചെടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഒരു പിതാവിൻ്റെ മാതാവിൻ്റെ തണലിൽ നിന്നുകൊണ്ട്. കുടുംബമാണ് അവനെ പഠിപ്പിക്കുന്നത് എങ്ങനെ സമൂഹത്തിൽ സാമൂഹിക ജീവിതം നയിക്കാം, എങ്ങനെ കൂട്ടായ്മയിൽ അംഗമാവാം, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന മദ്രസയാണ് അവൻ്റെ കുടുംബം. ഇത് നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇല്ലാതിരിക്കുമ്പോൾ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലായി. 1995 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ അടുത്ത കാലത്തൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹിലറി ക്ലിന്റൺ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്, അവരുടെ ഭർത്താവ് ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. 1995 മത്സരിച്ച് അദ്ദേഹം തൻ്റെ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മത്സരഗോതയിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലും പത്രമാധ്യമങ്ങൾ വെണ്ടക്ക് നിരത്തി ക്ലിന്റൺ ഫാമിലി വാല്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പോലും അമേരിക്കയിലെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ അവസ്ഥയെയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അവർ ദുരന്തം അനുഭവിക്കാൻ പോവുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പക്ഷെ ആ വാക്കിന് വേണ്ട മുഖവില ആളുകൾ നൽകിയില്ല. ഇന്ന് അമേരിക്കയിൽ അവിടെ ചീഞ്ഞു നാറുന്ന ഇത്തരം ചിന്താഗതികൾക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ കടന്നു വരുന്നു. അമേരിക്കയിൽ ഒരു പുതിയ നിയമം വന്നു. ഈ അടുത്ത് പത്രമാധ്യമങ്ങൾ കണ്ടു. വിചിത്രമായ നിയമമാണ്. നിങ്ങൾക്കറിയോ, കോഴിക്കോട് ജില്ല, നമ്മുടെ ഈ ജില്ലയിലെ ബാലുശ്ശേരിയിലെ ഒരു സ്കൂളിൽ ഒരു വിഷയം വന്നു. കുട്ടികൾ ജെൻഡർ ന്യൂട്രൽ ആവണം, വസ്ത്രങ്ങൾ പോലും അതിനനുസരിച്ചാവണം. നമ്മൾ ചിന്തിച്ചു, എന്താ ഇത് എവിടെ നിന്നാണ് വന്ന്? ഇത് 1990കളിൽ ഫാദർലെസ് അമേരിക്ക പറഞ്ഞ പ്രശ്നം തന്നെയാണ്. അന്ന് അവിടെ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്ന ലിബറലിസവും വൃത്തികേടും ആഭാസങ്ങളും അവസാനം ആ നാടതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പം അവരുടെ ചീഞ്ഞളിഞ്ഞ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ പുരോഗമനമാണെന്ന് പറഞ്ഞുകൊണ്ട് മലീമസമായ ചിന്തയുള്ള ആൻറ്റി സോഷ്യൽ എന്ന് വിളിക്കേണ്ട ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക്, തലച്ചോറിലേക്ക് കുത്തിവെക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ അവർ പഠിപ്പിക്കുന്നത് ഇത്തരം കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ആശയങ്ങളും പാഠങ്ങളുമാണ് പകർന്നു കൊടുക്കുന്നത്. ഇവിടെയാണ് നദുവത്തുൽ മുജാഹിദീൻ ഈ വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ സ്കൂളുകളിൽ അത് തീരുമാനിച്ചത്? സ്കൂളുകൾ അത് തീരുമാനിച്ചാൽ എല്ലാവർക്കും കമ്പൽസറിയാണ്. ലോകത്തൊരാശയമുണ്ട്. ലോകത്ത് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞും ആണും പെണ്ണുമായി ജനിച്ചു വീഴുന്നില്ല. അതിൻ്റെ പേരാണ് ജെൻഡർ ന്യൂട്രൽ. ആണെന്നോ പെണ്ണെന്നോ മക്കളെ അഭിസംബോധന ചെയ്യുന്നത് പോലും തെറ്റാണ്. ഈ നാടുകൾ ചർച്ച ചെയ്താണ്. യൂറോപ്യൻ നാടുകൾ ഷീ എന്ന് പറയരുത്, ഹി എന്ന് പറയരുത്, ചെയർമാൻ എന്ന് പറയരുത്, ചെയർപേഴ്സൺ, ചെയർ വിമൻ എന്ന് പറയരുത്, ചെയർപേഴ്സൺ എന്ന് പറയണം. അൻത എന്ന് പറയരുത്, അൻതി എന്ന് വേർതിരിവ് പാടില്ല. വസ്ത്രത്തിൽ ആണിനെയും പെണ്ണിനെയും കണ്ടാൽ വേർതിരിയരുത്. അവരുടെ ഇടപെടുന്ന മേഖലകൾ ഒന്നാവണം. യൂണിസെക്സ് ഭയങ്കര ചർച്ചയാണ് ഇപ്പോൾ. ആണും പെണ്ണും ഇടകലരൽ. ഒരു കാലത്ത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അന്ന് വലിയ കലാപങ്ങളും അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു. അത് തന്നെയാണ് ഇവർ പറയുന്നത്. അതിനപ്പുറത്തേക്കാണ് പറയുന്നത്. ഒന്നിച്ചിരിക്കുന്നത് മാത്രമല്ല, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ പോലും ഒന്നിച്ചായിരിക്കണം.
രാത്രി കിടന്നുറങ്ങുന്ന അവരുടെ വിരിപ്പുകൾ പോലും ഒന്നിച്ചായിരിക്കണം. യൂണിസെക്സ് ഹോസ്റ്റൽ സിസ്റ്റങ്ങൾ വരണം. 1990-കളിൽ അമേരിക്കയിൽ ഈ ആശയം കടന്നു വരുമ്പോൾ ഏതാനും വിരലിലെണ്ണാവുന്ന ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒരുപോലെ താമസ സൗകര്യമുള്ള ഹോസ്റ്റലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അമേരിക്കയിൽ ആയിരക്കണക്കിന് ഹോസ്റ്റലുകൾ ആ രൂപത്തിലാണ്. ഈ കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന, രാഷ്ട്രീയപരമായി അയാളോട് പല വിയോജിപ്പുകൾ നമുക്കുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, പഠനകാലത്ത് ഉത്തരേന്ത്യയിലെ ഇന്ത്യയുടെ ഏറ്റവും കിരീടമായി വർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, ജെൻ യൂണിവേഴ്സിറ്റി, അദ്ദേഹം അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു പഠനാവശ്യാർത്ഥം. അവിടെ ചെന്നപ്പോൾ JNU പഠിക്കുന്ന തൻ്റെ സുഹൃത്താണ് കടന്നുറങ്ങാൻ JNU എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഹോസ്റ്റൽ സൗകര്യപ്പെടുത്തി കൊടുത്തു. ഏതാനും ദിവസങ്ങളുള്ള സന്ദർശനമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, രാത്രി പുലർക്കാലത്ത് ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണ്ട കാഴ്ച, ആൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമുകളിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്ന് ഇറങ്ങി അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. ആ ടോയ്ലറ്റിൻ്റെ പരിസരത്തും നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കൾ ഗർഭനിരോധന ഉറകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് പുരോഗമനം, ഇതാണ് ലിബറലിസം, ഇതാണ് പാറി നടക്കും വണ്ടുകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ. ഇതിനോട് എതിരിട്ട് നിന്നാൽ അവൻ 6-ാം നൂറ്റാണ്ടുകാരൻ, അവൻ പ്രാകൃതൻ. കരാറുകളില്ലാതെ, വാക്കുകളില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാമെന്ന ഈ ആഭാസം പുരോഗമനമെന്ന് പഠിപ്പിക്കപ്പെടുന്ന മക്കൾക്ക്. കുട്ടികൾ പഠിക്കുകയാണ്, ആണും പെണ്ണും വേർതിരിവില്ല. 18 വയസ്സ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാലാണ് അയാൾ തീരുമാനിക്കേണ്ടത് ഞാൻ മെയിലാണോ ഫീമെയിലാണോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഭ്രാന്താണ്. ഹോസ്പിറ്റലിൻ്റെ പ്രസവ റൂമിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഭർത്താവ് ആകാംക്ഷയോടുകൂടി തൻ്റെ ഭാര്യ പ്രസവിച്ചുവോ എന്നറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ, പ്രസവിച്ചു എന്ന വാർത്ത കേട്ടാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മെയിൽ ഓർ ഫീമെയിൽ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. തെറ്റ് അവിടെ ആരംഭിക്കുന്നു എന്നാണ് ഈ പുരോഗമനവാദികൾ പറയുന്നത്. ശരീരം നോക്കിക്കൊണ്ട്, ഫിസിക്കലായിക്കൊണ്ട് ആണെന്നും പെണ്ണെന്നും വേർതിരിക്കാൻ പാടില്ല. ആണിൻ്റെ ശരീരവുമായി ജനിച്ചവനാണെങ്കിലും ശരി, അവൻ പറയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ അവൻ പെണ്ണാണ്. പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണ് ആണാണെങ്കിലും അവനെ പെണ്ണായി സ്വീകരിക്കണം. പെണ്ണ് പറയാണ് ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇതെന്തോ ഒരു തമാശ പറയല്ല. ഇത്തരം വാദമുഖങ്ങൾ കടന്ന് എവിടെ എത്തി എന്നറിയുമോ? അതിഭീകരമായ സാഹചര്യത്തിലേക്ക് എത്തി. അമേരിക്കയിൽ ഇപ്പോൾ 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഇനി ഗെയിംസ് ഐറ്റംസ്, അത്ലറ്റിക്സ് പോലെയുള്ള ഗെയിംസ് ഐറ്റംസിൽ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സിന് മത്സരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ നിയമം എന്തായിരുന്നു? ഉദാഹരണം പറയാം. തോമസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ അമേരിക്കയിലെ ഒരു നീന്തൽക്കാരൻ, തോമസ് എന്നാണ് അയാളുടെ പേര്. അയാൾ നീന്തൽക്കാരാണ്. കുറേ കാലങ്ങളായി അയാളുടെ ഏതൊരു ഗെയിംസ് ഐറ്റംസിൽ മത്സരിക്കുന്ന ആൾക്കും ആഗ്രഹം ഉണ്ടല്ലോ ഫസ്റ്റ് റാങ്ക് നേടുക എന്ന്. അയാൾക്കത് സാധിച്ചില്ല. അവസാനം അയാൾ എന്താ ചെയ്തത് അറിയോ? അയാളൊരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചു ഞാൻ പെണ്ണാണെന്ന്. ഒന്ന് ആലോചിച്ചു, ഞാൻ പെണ്ണാണ്. എന്നിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിലൂടെ ആണായി നടക്കുന്ന, ആണിനെ പോലെ ഇടപെടുന്ന, നമ്മുടെ കൂട്ടത്തിൽ ഇടപെടുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണുക? നമ്മൾ അയാളെ നോക്കിക്കാണുന്ന ഒരു നോട്ടുണ്ടല്ലോ, ആൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെടും. ഇത് ഇയാൾ പറയാണ്. ലിയ തോമസ് എന്ന പേര് സ്വീകരിച്ചു. ബന്ധപ്പെട്ട സർക്കാർ രേഖകൾ മുഴുവൻ തിരുത്തി കൊടുത്തു ഇയാൾക്ക് പെണ്ണാണെന്ന് പറഞ്ഞു. അവസാനം ആ സർട്ടിഫിക്കറ്റുമായി കൊണ്ട് ചെന്നു, ഇനി മുതൽ ഞാൻ ആണുങ്ങളുടെ കൂടെ അല്ല മത്സരിക്കുക, പെണ്ണുങ്ങളുടെ കൂടെയാണ് മത്സരിക്കുക. എന്നിട്ടോ അമേരിക്കയിലെ സ്പോർട്സ് ഗെയിംസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയം അയാൾക്ക് പച്ചക്കൊടി കാണിച്ചു. അവസാനം സ്ത്രീകളുടെ കൂടെ മത്സരിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങി. സ്ത്രീകളെല്ലാം കൂടി, മത്സരാർത്ഥികൾ മുഴുവൻ പ്രൊട്ടസ്റ്റ് ചെയ്തു. തെരുവോരങ്ങളിൽ പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ചു, ആണുങ്ങളെ പെണ്ണാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ മത്സരിപ്പിക്കുന്ന ഈ തോന്നിവാസം അവസാനിപ്പിക്കണമെന്ന്. എത്ര കാലങ്ങളായി ആ പ്രക്ഷോഭം നടക്കുന്നു. അവസാനം ഈ 2 ആഴ്ചകൾക്ക് മുമ്പാണ് സ്പോർട്സ് കൗൺസിൽ ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പെണ്ണാണെന്ന് പറഞ്ഞാൽ ഇനി ഒരു ആണിന് പെണ്ണിൻ്റെ കൂടെ മത്സരിക്കാൻ പറ്റൂല. അമേരിക്കയിലെ ഒരു തടവുള്ളി കുറ്റവാളിയാണ്, ആണുങ്ങളുടെ ജയിലിലാണ് കിടക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അയാൾ പ്രഖ്യാപിക്കുകയാണ് ഞാൻ പെണ്ണാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഡെമി മൈനർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഡെമി മൈനർ. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, പത്രമാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതാണ്, ഞാൻ പെണ്ണാണ്. എന്ത് ചെയ്തു ജയിൽ അധികാരികൾ എന്നറിയുമോ? ഇയാളെ കൊണ്ടുപോയി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയോ? 2 സഹതടവുകാരികൾ ഗർഭിണികളായി. അവസാനം അയാൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പേരാണ് പുരോഗമനം.
ഈ ഭ്രാന്തിന്റെ പേരാണ് ലിബറലിസം. ഈ ആഭാസത്തിന്റെ പേരാണ് നമ്മുടെ കുട്ടികളെ ഇവർ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി. കുടുംബ ബന്ധങ്ങളെ തല്ലി തകർക്കുന്ന ഭ്രാന്തനാശയങ്ങളെ സ്കൂളുകളിലൂടെ, കലാലയങ്ങളിലൂടെ. നമ്മുടെ നാട്ടിൽ ഈ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? മഴവിൽ, റെയിൻബോ, മഴവിൽ കളറുള്ള കളിപ്പാട്ടങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി ഇതാണ്. മഴവിൽ വർണ്ണങ്ങളെ പോലെ എല്ലാവർക്കും ആണിന് പെണ്ണിനെ വിവാഹം കഴിക്കണം, പെണ്ണിന് ആണിനെ വിവാഹം കഴിക്കണമെന്ന് തോന്നൂല. ചിലപ്പം ആണിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് തോന്നും, പെണ്ണിനെ തന്നെ. ലെസ്ബിയൻ, ഗേ. ചിലപ്പോൾ നെക്രോഫീലിയ ആയിരിക്കും, ചിലപ്പോൾ പീഡോഫീലിയ ആയിരിക്കും. നെക്രോഫീലിയ എന്ന് പറഞ്ഞാൽ ശവരതി അനുവദിച്ചു കൊടുക്കണമെന്നാ. ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ ഒരാൾ പറയാണ് എൻ്റെ ഭാര്യ മരിച്ചിണ്, പക്ഷെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാലും അവളുടെ ശരീരം തൻ്റെ ഭർത്താവിൻ്റെ ഇംഗിതത്തിന് വിട്ടുകൊടുക്കണമെന്ന് എഴുതി വെച്ചാൽ ഈ നാടുകളിലൊക്കെ വിട്ടുകൊടുക്കും. നെക്രോഫീലിയ എന്ന് പറയുന്ന അവസ്ഥ, ശവരതി. എന്തിന്? പല നാടുകളിലും ശവക്കുഴികൾക്ക് താഴിട്ട് പൂട്ടേണ്ട അവസ്ഥ. ശവക്കുഴികൾ തോണ്ടിയെടുത്ത് കൊണ്ടുപോയി വൃത്തികേടുകൾക്ക് ശവങ്ങളെപ്പോലും ഉപയോഗപ്പെടുത്തുന്ന മാനസിക രോഗം ബാധിച്ച ലോകം. ഒരു മാസമായി ഉണ്ടാവും 100 ശവങ്ങളോട് മോശം പ്രവർത്തിച്ച ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിലല്ല, ഏതോ യൂറോപ്യൻ രാജ്യത്താണ്. അത് ഉഭയകക്ഷി സമ്മതം കിട്ടണം. സമ്മതം ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസുവാ? സമ്മതം ഇല്ലാതെയാണ് ചെയ്തത്. അയാൾ ഈ മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മൾ നോക്കി, ശവങ്ങളോട് പീഡോഫീലിയ. കുട്ടികളെ വിട്ടുതരണം തങ്ങളുടെ ആഭാസങ്ങൾക്ക്. പ്രായവ്യത്യാസം ഉണ്ടാവരുത്. എന്തിന്? മൃഗങ്ങളോട് പോലും രതി ആസ്വദിക്കാൻ അവകാശം നൽകണം. LGBTQ ആക്ടിവിസം, പുരോഗമനം. ഇതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്ന പുരോഗമനം. ഈ ഭ്രാന്തിനാണ് അവർ പച്ചക്കൊടി കാണിക്കുന്നത്. ഈ ഭ്രാന്താണ് നമ്മുടെ നാട്ടിലേക്ക് ഒളിച്ചു കടത്താൻ വേണ്ടി കലാലയങ്ങളിലൂടെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നത്. അമേരിക്കയിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ട്, അയാൾ ഡെവിൾ എന്നറിയപ്പെടും, ഷെയ്ത്താൻ. അയാൾ പറയുന്നത് ഞാൻ ഡെവിളാണ്, ഞാൻ ഷെയ്ത്താനാണ്. എന്നിട്ട് അയാൾ എന്താ ചെയ്തത് അറിയോ? നമ്മുടെ നാട്ടിൽ കേട്ടിട്ടോ, മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം. അഹങ്കാരമാണ്. ഞാൻ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങളുടെ മക്കളോട് ഞങ്ങളെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കൂ. പ്ലക്കാർഡുകൾ, ഫെമിനിസം. ഞാൻ എന്തും ധരിക്കും, ഞാൻ എങ്ങനെയും നടക്കും, പക്ഷെ ഞാൻ അറ്റാക്ക് ചെയ്യപ്പെടാൻ പാടില്ല. ഇസ്ലാം പറഞ്ഞത് അറ്റാക്ക് ചെയ്യരുത്, ഒരു സ്ത്രീയെയും ഉപദ്രവിക്കരുത്, നോട്ടം കൊണ്ട് പോലും ഉപദ്രവിക്കരുത്. സ്ത്രീ അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ചിരിക്കണം. ഇതിൻ്റെ വിവേകത്തിൻ്റെ പേരാണ് ഇസ്ലാം. അല്ല, ഞാൻ എങ്ങനെയും ഏത് നട്ടപ്പാതിരത്തും ഏത് നേരത്തും ഏത് സ്ഥലത്തുകൂടെയും നടക്കും, ഒരു സുരക്ഷിതത്വം ഞാൻ നോക്കൂല. ആർക്കാണ് അറിയാത്തത് വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സാധനമാണെന്ന്? വസ്ത്രധാരണത്തിൽ ഒരു സ്ത്രീ ആസ്വദിക്കപ്പെടുമെന്നും ആസ്വദിക്കപ്പെടാതിരിക്കുന്നു. പർദ്ദ ധരിച്ചു പോയ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ മാന്യമായി, പർദ്ദെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു മര്യാദയുണ്ട്. നമ്മുടെ നാട്ടിലെ ഇതര സഹോദരങ്ങൾ പോലും വസ്ത്രധാരണത്തിൽ കാണിച്ചൊരു മാന്യതയുണ്ട്. ഇസ്ലാമിനോടുമില്ലെങ്കിലും ഒരു പരിധി വരെയുള്ളൊരു മാന്യതയുണ്ട്. ആ മാന്യതകളൊക്കെ ലംഘിച്ച് ഇത്തരം ആധുനിക ചിന്തകളിൽ പേറുന്ന ഒരു സ്ത്രീ ഏറ്റവും മോശമായ രൂപത്തിൽ, അത് അവളുടെ സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങനെ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു പെണ്ണും, മാന്യമായി ശരീരം മറച്ചു പോകുന്ന ഒരു പെണ്ണും ആളുകളുടെ നോട്ടത്തിന് വിധേയമാകുക 2 രൂപത്തിലാണെന്നുള്ളത് കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ്. ഈ കോമൺ സെൻസ് വലിച്ചെറിഞ്ഞിട്ട് പറയാണ് നിങ്ങൾ പുരോഗമനാവണം. ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കണം ഞാൻ. ഡബിൾ എന്ന് പറയാം. അയാൾ പറയണം എൻ്റെ ബോഡി എനിക്ക് ഇതുപോലെ അല്ല വേണ്ടത്. അതീവ സുന്ദരനായ ഒരു മനുഷ്യനാണ് അയാൾ ഇത് പറയുന്നത്. എൻ്റെ ശരീരം ഇതുപോലെയല്ല എനിക്ക് വേണ്ടത്, എൻ്റെ ശരീരത്തിൽ കൃത്യമായി ചില മാറ്റങ്ങൾ വരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ശരീരത്തെ കീറിമുറിക്കണം, എൻ്റെ ശരീരത്തെ ആ രൂപത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു വരികയാണ്. എന്നിട്ട് കടന്നു വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? കടന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുഴുവനും ഭീകരമായ രൂപത്തിൽ, അതീവ ഭീകരമായ രൂപത്തിൽ മൂക്ക് മുറിച്ചു മാറ്റുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. മൈ ബോഡി മൈ ചോയ്സ് നിയമമാണ്. ഒരാൾ പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കണം. ഡോക്ടർമാർ കത്തി വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂക്ക് മുറിച്ചു മാറ്റി, നാവ് പിളർത്തി 2 ആക്കി, കൈവിരലുകൾ 2ഓ 3ഓ കൈവിരലുകൾ അറ്റിച്ചു കളഞ്ഞു. ശരീരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തി പല രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി, നിറം മാറ്റി,
വൃത്തികൊട്ട കോലമാക്കി, കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകുന്ന ഭീകരമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഭീകരമായ രൂപത്തിലേക്ക് മാറ്റി. എന്നിട്ട് അയാളിപ്പോൾ പരാതിയുമായി, ആളുകൾ എന്നെ കാണുമ്പോൾ ഓടുന്നു, ആളുകൾ എൻ്റെ അടുക്കൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ്. വേണ്ട വേണ്ട. ഇത് പ്രശ്നങ്ങളായി പറഞ്ഞു, ജസ്റ്റ് ഒരു കുടുംബ നമ്മൾ പരിഹാരങ്ങൾ ജസ്റ്റ് പറഞ്ഞിട്ട് അവസാനം. ഒന്നും വേണ്ട വേണ്ട. അല്ല ബൈക്കുണ്ട്. ആ രണ്ടാണ് ഒന്നിച്ചു പോകുന്നത്. അല്ല ഞങ്ങൾ രണ്ടുപേരും ഇടവണ്ണം എന്ന് പറഞ്ഞു, ജാമ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം തന്നെ തിരിച്ചു പോകും, നാളെ ക്ലാസ് ഉണ്ട്. ഇടവണ്ണം കണ്ടു. അപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞോട്ടല്ലേ. അബ്ദുൽ വാജിദ് ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്, ഒരു വർഷം വ്യത്യാസം. അൻസാർ റബി കോളേജ് വളവന്നൂർ. പരിപാടിയിൽ പോസ്റ്റർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓന് ഞങ്ങൾ രണ്ടാളുമാണ്. പോസ്റ്റർ കണ്ടപ്പോൾ ഇവിടുന്ന് പോസ്റ്റർ ഇട്ടപ്പോഴാണ് ഞാൻ അവൻ്റെ പേരും കാണും അവൻ്റെ പേരും കാണും. അല്ല അല്ല എന്നെ വേറെ ക്ഷണിച്ചു, അവനെ വേറെ. ഞങ്ങൾ പേര് പരിചയമുള്ളവർക്ക് അറിയില്ല അതിന് വിളിച്ച ആൾക്ക്. ഞങ്ങളും അറിയുന്നത് പോസ്റ്റർ കണ്ടപ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സമകാലികമായ സാമൂഹിക അവസ്ഥയാണ്. നമ്മുടെ പുതിയ തലമുറ പേറുന്ന ചിന്തകളാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തേക്ക് ഇതേ ലിബറൽ ചിന്തകൾ പേറുന്ന ഈ ആഭാസങ്ങൾ പുരോഗമനമായി മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ, ചെറുപ്പക്കാരികൾ കടന്നു വന്നു. ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടാണ് അവർ കടന്നു വരുന്നത്. കയ്യിൽ മൈക്കുണ്ട്, ക്യാമറ ഉണ്ട്. അങ്ങനെ അവർ അവരുടെ യൂട്യൂബിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇവർ നമ്മുടെ കുട്ടികളോട്, ആരോട്? നമ്മുടെ കുട്ടികളോട്. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ കുട്ടിയുണ്ട്, ഹിന്ദുവിൻ്റെ കുട്ടിയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരം നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മാന്യത ഉണ്ട്. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവനാണെങ്കിലും ആരാണെങ്കിലും മാതാവ്, പിതാവ്, മക്കൾ, ആ ബന്ധത്തിൻ്റെ പവിത്രത നമുക്കറിയാം. ഒരു മാന്യതയുമില്ലാതെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇവർ ഒപ്പീനിയൻ, അവരുടെ നിലപാട് ചോദിച്ചു. എന്താണ് താങ്കളുടെ നിലപാട്? എന്താ ചോദ്യം? ആ ചോദ്യം അങ്ങനെ പറയാനേ ഈ സദസ്സിൽ പറ്റൂല. ഏത് സദസ്സിൽ അത് എത്ര ലഘൂകരിച്ച് പറഞ്ഞാലും അത് കേൾക്കാൻ പോലും നമ്മുടെ കാതുകൾ തയ്യാറല്ല. പറഞ്ഞതിനെ പരമാവധി ഒരു മര്യാദയിൽ പറഞ്ഞാൽ, ഒരു പിതാവ്, ഒരച്ഛനും മകളും
ഒരമ്മയും മകനും തമ്മിൽ വിവാഹിതരാകുന്നതിനെക്കുറിച്ച്, വിവാഹം എന്ന പദമേ അല്ല അവർ പ്രയോഗിച്ചു. അവർ ചോദിക്കേണ്ട ഒരു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 5-6 കുട്ടികളുടെ അഭിപ്രായം അതിലുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരു കുട്ടി ഒഴികെ ബാക്കി മുഴുവൻ കുട്ടികളും ഇതിന് പച്ചക്കൊടി കാണിച്ചു. ഒരു കുട്ടി പറഞ്ഞു അത് ശരിയല്ല, ഒട്ടും സ്വീകരിക്കാൻ കഴിയാത്തതാണ്, മാന്യതയ്ക്ക് നിരക്കുന്നതല്ല, മോറൽ ധാർമ്മികപരമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ബാക്കി കുട്ടികൾ, അതിൽ മുസ്ലിം വേഷം ധരിച്ച കുട്ടികളടക്കമുണ്ട്. ചില കുട്ടികൾ പറഞ്ഞു മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായം, അവരുടെ താല്പര്യം, അവർക്ക് പരസ്പരം പ്രശ്നമൊന്നുമില്ലെങ്കിൽ ദേ ക്യാൻ ഡു, അവർക്കത് ചെയ്യാം. വേറെ കുട്ടികൾ പറഞ്ഞു അത് ഒരു മോശമായി നമ്മുടെ സൊസൈറ്റിയിൽ തോന്നുകയാണ്. ലോകം പുരോഗമിച്ചിട്ടുണ്ട്. യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ നാടുകളിലൊക്കെ ഇത് വളരെ വ്യാപകമാണ്. നമ്മുടെ നാട് കുറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തും. നമുക്കത് മോശമായി തോന്നുകയാണ്, അതൊരു മോശമല്ല. ഇത് ഏത് കുട്ടികളാണ് പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ മക്കളാണ് ഈ മറുപടി കൊടുക്കുന്നത്. നമ്മുടെ മണ്ണിൽ ജീവിച്ച് നമ്മൾ അധ്വാനിച്ച വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തുന്ന മക്കളെ ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാത്തവർ, നമ്മുടെ മക്കൾക്കൊന്ന് വിശന്നാൽ, ഒന്ന് രോഗം ബാധിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ ഒരു ഹോസ്പിറ്റൽ ബില്ല് പോലും ചിലവാക്കാനോ തയ്യാറല്ലാത്ത ആളുകളാണ് നമ്മുടെ മക്കളുടെ മേൽ നമ്മളെക്കാൾ അവകാശമുള്ളവരായി മാറുന്നത്. എന്നിട്ട് ആ മക്കൾക്ക് ഓതിക്കൊടുക്കുന്നതാണിത്. കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ലോകോത്തര മറ്റ് യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്ന കുട്ടികളല്ല ഈ മറുപടി പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ അതീവമായ ഗൗരവം കാത്തു സൂക്ഷിക്കേണ്ടത്. എന്തുണ്ട് പരിഹാരമെന്ന ചോദ്യത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ: ദീന നൽകുക, പരിചരിക്കേണ്ട രൂപത്തിൽ പരിചരിക്കുക, ചേർത്തു പിടിക്കേണ്ട രൂപത്തിൽ ചേർത്തു പിടിക്കുക എന്നുള്ളത്. അവിടെ നമുക്ക് പരാജയം സംഭവിച്ചാൽ നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കൈവിട്ടുപോകും. എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന കേൾവിക്കാരിൽ ഞാൻ കാണുന്നുണ്ട് പുതിയ തലമുറയെ ഒട്ടനേകം. പല ഇത്തരം സദസ്സുകളിലും നമ്മുടെ പുതിയ തലമുറയെ കാണാൻ തന്നെയല്ല, തലനിറച്ച കാലങ്ങളാൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന കുറച്ചു പേര് കേട്ടത് തന്നെ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി വന്നിരിക്കും. പുതിയ തലമുറ ഇതൊന്നും കേൾക്കുന്നുമില്ല, അറിയുന്നില്ല. ഈ വൃത്തികേടുകളും ആഭാസങ്ങളും പുരോഗമനമായി അവർ കേൾക്കുമ്പോൾ ഇതിനൊരു മറുപുറമുണ്ട്. ഇത് ഒട്ടും ശാസ്ത്രീയമല്ല, ഒട്ടും മനുഷ്യകുലത്തിന് യോജിച്ചതല്ല, പ്രമാണങ്ങൾ വളരെ കൃത്യമായി ഇതിനെ എതിർക്കുന്നു എന്ന വിജ്ഞാനം കേൾക്കാൻ പോലും നമ്മുടെ മക്കൾ എത്തുന്നില്ല എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള പരിഹാരം അവരെ കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അവരെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തുക എന്നുള്ളതാണ്. അവിടെയാണ് പരിഹാരം കടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്തേക്ക് ഖലീഫയായിരിക്കുമ്പോൾ ഒരു പിതാവ് കടന്നു വന്നു. യഷ്കു ഇലൈഹി ഉഖൂഖ ഇബ്നി, മകനെക്കുറിച്ച് പരാതി പറയാനാണ് അയാൾ കടന്നു വന്നത്. മകനെക്കുറിച്ച് പരാതി. ഉഖൂഖ ഇബ്നി, മകൻ അനുസരണക്കേട് കാണിക്കുന്നു, പറഞ്ഞത് കേൾക്കുന്നില്ല. ഇവിടെ വാടാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു. നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിലുള്ള പരാതി, മകനെക്കുറിച്ചുള്ള പരാതിയുടെ ഭാണ്ഡക്കെട്ടഴിച്ചു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ഇത് മുഴുവനും ശ്രദ്ധിച്ചു കേട്ടു. കേട്ട ശേഷം മകനെ വിളിച്ചു വരുത്തിക്കൊണ്ട് മകനോട് വിഷയം ആരാഞ്ഞു. പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു. മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ അതാണല്ലോ, ഭരണം ചക്രം കറക്കുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തെ സാംസ്കാരികമായി വളർത്തുക എന്നുള്ളതും അവരുടെ ഉത്തരവാദിത്തമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു എന്ന് മാത്രമല്ല, ആ വിഷയം അവരുടെ മുന്നിൽ അദ്ദേഹം ആ കുട്ടിയുടെ മുമ്പിൽ പറഞ്ഞു. പിതാവിൻ്റെ സാന്നിധ്യത്തിലാണ് പറയുന്നത്. ഈ കുട്ടി ഇത് മുഴുവൻ കേട്ടിരുന്നു. ഒക്കെ കേട്ടിരുന്നിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ വാലിദി. ഖലീഫ ഉമർ, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. യാ അമീറൽ മുഅ്മിനീൻ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ വാലിദി. നിങ്ങൾ മാതാപിതാക്കളോട് ഞങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞല്ലോ, മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? ഇത് കേട്ട സമയത്ത് അങ്ങനെ ബാധ്യത ഉണ്ടോ? ബല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, തീർച്ചയായും ബാധ്യത ഉണ്ട്. വമാ ഹിയ യാ അമീറൽ മുഅ്മിനീൻ, അതെന്തൊക്കെയാണ്? അമീറുൽ മുഅ്മിനീൻ 3 കാര്യങ്ങൾ എണ്ണി കൊടുത്തു. ഒന്ന്, അൻ യൻതഖിയ ഉമ്മ,
ഉമ്മയെ തിരഞ്ഞെടുക്കുക. 2 കുട്ടിയെ മാന്യമായി വളർത്തുക, നല്ല പേര് കൊടുക്കുക, അഭിമാനം തോന്നുന്ന രൂപത്തിൽ അവനെ അഭിസംബോധന ചെയ്യുക. 3 അയ്യുഅല്ലിമഹുൽ കിതാബ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഖുർആൻ പഠിപ്പിക്കുക, ദീന് പഠിപ്പിക്കുക. ഈ 3 എണ്ണമാണ് അല്ലേ. ഒന്നെന്താ? അയ്യന്തഖിയ ഉമ്മ, ഉമ്മയെ തെരഞ്ഞെടുക്കുക. ഇൻതഖ എന്ന അറബി പദത്തിനർത്ഥം ചൂസ് ചെയ്യാന്ന. ഇൻതഖ യന്തഖി. നമ്മൾ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുകയാണ്. 2000 രൂപയോ 1500 രൂപയോ എനിക്കൊരു ഡ്രസ്സ് വേണം. ടെക്സ്റ്റൈൽസിലെ വ്യാപാരി നമ്മുടെ മുമ്പിലേക്ക് വസ്ത്രങ്ങളുടെ കെട്ടടിച്ചു തരും. ഏത് സൈസാണ് വേണ്ടത്, ഡിസൈൻ ഏതാണ് വേണ്ടത്, ഏത് രൂപമാണ്, ക്ലോത്ത് ഏതാണ് വേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒന്നും എടുത്തു പോരല്ലോ ചെയ്യുക. നമ്മൾ നമുക്ക് ഒത്ത ഒന്ന് നമ്മൾ ചൂസ് ചെയ്യും, തിരഞ്ഞെടുക്കും. നോക്കി ഒരു 10 20 വലിച്ചിട്ടിട്ട് ഇത് ഫിറ്റാണ്, ഇത് ഓക്കെയാണ്. മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ അതേ സമീപനാണ്, വസ്ത്രം എടുക്കുമ്പോൾ അതേ സമീപനാണ്, വീട് പണിയുമ്പം നമ്മൾ പ്ലാനിൻ്റെ പിന്നാലെ വർഷങ്ങൾ സഞ്ചരിക്കും. കോസ്റ്റ് കുറക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് നമ്മൾ നോക്കും. ഒരു വാഹനം വാങ്ങുമ്പം നമ്മൾ കയറി പരുതും, അന്വേഷിക്കാൻ കഴിയുന്നിടത്തൊക്കെ അന്വേഷിക്കും. എന്നിട്ട് ആ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാ കാര്യങ്ങളും നോക്കി, വണ്ടിയുടെ മൈലേജ്, സംഗതി, അതിൻ്റെ സംവിധാനങ്ങൾ ഒക്കെ പരിശോധിച്ചിട്ട് ഒരു വണ്ടി വാങ്ങുന്നത്. എല്ലായിടത്തും നമ്മൾ നമ്മുടെ ബുദ്ധിയും വിവേകവും യുക്തിയും ഉപയോഗപ്പെടുത്തി അന്വേഷിച്ച് കണ്ടെത്തും. കല്യാണത്തിൻ്റെ വിഷയം വന്നാലോ അത് ഉപയോഗപ്പെടുത്തേണ്ടതിന് പെടുത്തൂല. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അയ്യന്തഖിയ ഉമ്മ. ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ആദ്യം തൻ്റെ മക്കളോട് കാണിക്കേണ്ട ബാധ്യത, ആദ്യത്തെ ബാധ്യത പെണ്ണ് കെട്ടുന്നതിന് മുമ്പാ. പെണ്ണ് കെട്ടിയിട്ടല്ല, പെണ്ണ് കെട്ടുന്നതിന് മുമ്പാ. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനോട് കാണിക്കേണ്ട ആദ്യത്തെ ബാധ്യത അവർ വിവാഹിതരാവുന്നതിന് മുമ്പാണ്, ശേഷമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും പറഞ്ഞിട്ടുണ്ട്. അയ്യന്തഖിയ ഉമ്മ, തൻ്റെ മകന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന കൂടെ സൽഗുണങ്ങളുടെ പാലൂട്ടാൻ കഴിയുന്ന യോഗ്യതയുള്ള ഒരു പെണ്ണിനെ കണ്ടെത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. എൻ്റെ കുട്ടിയെ വളർത്താൻ ഈ പെണ്ണ് ഫിറ്റാണോ? ഇവൾക്കറിയോ? ഇവൾ മാന്യതയുള്ളവളാണോ? സംസ്കാരമുള്ളവളാണോ? ഇവൾക്ക് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ആരോഗ്യമുണ്ടോ എന്നതിനപ്പുറത്ത് മനോധൈര്യമുണ്ടോ, മനോബലമുണ്ടോ, സംസ്കാരമുണ്ടോ, ദീനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. ദീനും സ്വഭാവവും ഒക്കെ ഉള്ള ഒരാൾ നിങ്ങളോട് പെണ്ണ് ചോദിച്ചു വന്നാൽ ഫസവ്വിജൂഹു, കെട്ടിച്ചു കൊടുത്തേക്കണം. ഇല്ലാ തഫഅലു, നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ, കുഴപ്പമുണ്ടാവും. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? ഫിത്ന എന്ന് പറഞ്ഞ പദം ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിന് പറയുന്നല്ല. ഫിത്ന എന്ന് പറഞ്ഞ ഒരു കലാപം, കുഴപ്പമുണ്ടാവും. വഫസാദുൻ അരീൽ, ഫസാദ് എന്ന് പറഞ്ഞാൽ അതർത്ഥം. ഫസാദ് എന്നുള്ള പദം തന്നെ അത് മതി. എന്നിട്ട് അതിൻ്റെ കൂടെ റസൂൽ ഒരു പദം കൂടി ചേർത്ത് വെച്ചു, അരീൽ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ? യോഗ്യതയുള്ള സംസ്കാരമുള്ള ഒരാൾ പെണ്ണ് ചോദിച്ചു വന്നിട്ട് നമ്മൾ നമ്മുടെ മോളെ, നമ്മുടെ മകൾക്ക് സമ്മതമാണെങ്കിലും ശരി, നമുക്ക് ചില സമ്മതങ്ങളും തിട്ടൂരങ്ങളുണ്ട്, അതിനൊന്നും യോജിച്ചു വന്നില്ല എന്നതുകൊണ്ട് യോഗ്യനായ ഒരു പുരുഷനെ, ദീനുള്ള സംസ്കാരമുള്ള മാന്യതയുള്ള ഒരു മോനെ തിരിച്ചയച്ചാൽ നാട്ടിൽ കുഴപ്പമുണ്ടാവും. ആ കുഴപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനോട് പറഞ്ഞത്, ആണിനോട് പറഞ്ഞത്, വിവാഹത്തിന് മുമ്പേ കുടുംബ ബന്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. തൻ്റെ മക്കൾക്ക് യോജിച്ച മാതാവിനെ, പിതാവിനെ ഇരുപേരും തിരഞ്ഞെടുക്കണം. യോഗ്യതയുള്ളവനാണെന്നോ. തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങൾക്ക് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടും. ലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ വലി മാലിഹ, സമ്പത്ത്, ആഭിജാത്യം, തറവാടിത്തം, ഭംഗി, ദീന്. ഫൾഫർ ബിദാതി ദീൻ, ദീനിന് പ്രാധാന്യം കൊടുത്തോ. തരിബത് യദാക്, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും ശരി, നീ പെണ്ണിന്, ദീനുള്ളവൾക്ക് പ്രാധാന്യം കൊടുത്തോ. കാരണം നാളെ നിന്റെ മുഖം മണ്ണിൽ പുരളാതിരിക്കാൻ. ഇതന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനോടും പറഞ്ഞത്. യോഗ്യത ദീനായിരിക്കണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടു. ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ അങ്ങനെയാണോ? സാധാരണ കോളേജ് തലത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഡിഗ്രി തലത്തിലൊക്കെയുള്ള കുട്ടികൾ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ബന്ധപ്പെടാറുണ്ട്. ഒരു വരനെ വേണം, നമ്മുടെ മോന് ഒരു പെൺകുട്ടിയെ വേണം,
പെൺകുട്ടികളാകുമ്പോൾ പഠിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയം തന്നെ വരും, മകളെ കല്യാണം കഴിക്കാനായിട്ട് നല്ലൊരു വരനമാണോ, നമ്മൾ കേട്ടിരിക്കും, ശരി നോക്കാം. സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ അയാൾ പിന്നെയും വരും, ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഒന്നും ആയിട്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ലേ. അങ്ങനെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളോട് പറയാം, അത് എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, മകൾക്കൊരു ഭർത്താവിന് വേണം. ശരി. അയാൾ നല്ല ദീനി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ള നല്ല യോഗ്യനായൊരു വരനായിരിക്കണം. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് സീരിയസ് ആണെങ്കിൽ, ഞാൻ അയാൾ പറഞ്ഞത് ഞങ്ങളോട് പറയുന്നത്, ആ പറഞ്ഞ സ്ഥലം വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സീരിയസ് ആണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ദീനുള്ള സംസ്കാരമുള്ള യോഗ്യതയുള്ള മക്കളാണ്, ആൺകുട്ടികളെയാണ് വേണ്ടതെങ്കിൽ, താൻ പട്ടിണി കിടക്കുന്നവരെ അവളെ പട്ടിണി കിടക്കാത്ത ധൈര്യമായി വിശ്വസിച്ച് കൈപിടിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേണ്ടതെങ്കിൽ അതിന് ഒരുപാടൊന്നും തപ്പണ്ട, നമ്മുടെ നാട്ടിൽ എമ്പാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി വിവാഹപ്രായമായി എത്തി നിൽക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വഭാവ മഹിമയുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഉണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, അത് മാത്രങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ തറവാടിത്തം ചിലപ്പോൾ നിങ്ങൾക്ക് യോജിച്ചു വരണമെന്നില്ല, സമ്പത്ത് ചിലപ്പോൾ അയാൾ ബിസിനസ്സുകാരനാണ്, സമ്പത്തുള്ള ആളാണ്, സമ്പത്ത് നിങ്ങൾ വിചാരിച്ച രൂപത്തിൽ ഉണ്ടാവണമെന്നില്ല, ഭൗതിക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, അത് വേണോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു സമ്പത്തും കാര്യങ്ങളൊക്കെ വേണ്ടേ, പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കുടുംബത്തോടൊക്കെ യോജിച്ച് നിൽക്കുന്ന ഒരു കുടുംബം വേണ്ടേ. അയാൾ പിന്നീട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പിന്നീട് ആ കുട്ടിയുടെ വിവാഹത്തിൻ്റെ കല്യാണ കത്താണ് എൻ്റെ അടുത്തെത്തി. ഇവിടെയാണ് നമ്മൾ പിഴക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധങ്ങളെ കെട്ടിപ്പടുക്കാൻ ആദ്യമായി പറഞ്ഞത് വിവാഹത്തിന് മുന്നേ തുടങ്ങണമെന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞാലോ തിരുത്താം, അബദ്ധങ്ങൾ തിരുത്താം, തെറ്റുകൾ നന്നാക്കാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. വിത്ത് ഗുണം 10 ഗുണമെന്ന് നമ്മൾ പറയാറുണ്ട്. വിത്ത് നന്നായാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. കുറച്ചൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞാലും വെള്ളവും വളവും കുറച്ചൊക്കെ കുറഞ്ഞാലും വിത്ത് നന്നായാലും ഒരു പരിധി വരെ അതിനെ അതിജയിക്കും. ഇനി വിത്ത് മോശമാണെങ്കിലോ നമ്മൾ എത്ര വളവും എത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ വിത്തിൻ്റെ ഗുണം അത് അവിടെ തന്നെ ഉണ്ടാവും. അതിനൊരു പരിധിയുണ്ട് വളർച്ച. ഇത് സത്യമാണ്. മാതാപിതാക്കൾ എങ്ങനെയാണോ അതാണ് കുട്ടി. എൻ്റെ മക്കൾ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണോ അതാണ് എൻ്റെ കുട്ടി. എൻ്റെ സ്വഭാവം എന്താണോ അതാണ് എൻ്റെ മക്കൾ. എൻ്റെ ഭാര്യ എങ്ങനെയാണോ, എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ജീവിതം എന്താണോ അതാണ് ഇനി ഈ ലോകത്ത് അവരാവർത്തിക്കാൻ പോകുന്നത്. അവിടെ തിരുത്താൻ എപ്പോഴും എല്ലാവർക്കും കഴിയണമെന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയണം, യന്തഖിയ ഉമ്മ. രണ്ടാമത് യുഹ്സിന ഇസ്മ, നല്ല പേരിടണം. അങ്ങനെ പറയാൻ കാരണം നല്ല പേരിടണം എന്ന വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ മക്കളെ വളരെ മോശമായി അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വളരെ മോശപ്പെട്ട പേര് വിളിക്കും മാതാപിതാക്കൾ. ഇപ്പം അൻതറത്ത് ഇബ്നു ശദ്ദാദ് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്, അറബി കവിയാണ് അൻതറത്ത് ഇബ്നു ശദ്ദാദ്. അൻതറ എന്ന പദത്തിനർത്ഥം നീല വലിയ ഈച്ച എന്നാണ്. ഇങ്ങനെയൊക്കെ പേര് വിളിക്കുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളെ ഒട്ടും യോജിക്കാത്ത പേരുകൾ വിളിക്കും. ആ വിളി പോലും അവരെ ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പൊട്ട, വിഡ്ഢി, അന്തം കമ്മി എന്നൊക്കെയുള്ള വിളികളുണ്ടല്ലോ, അത് മക്കളെ അവരെ സ്വാധീനിക്കുന്നു. മക്കളെ അഭിമാനം തോന്നുന്ന രൂപത്തിൽ വിളിക്കണം, മക്കൾക്ക് അഭിമാനം തോന്നുന്ന രൂപത്തിൽ വിളിക്കണം. അവിടെയാണ് ഈ ഹുസ്ന അസ്മ. പിന്നെയോ വയുഅല്ലിമുഹുൽ കിതാബ് പറയണ്ടല്ലോ, ദീന് കൊടുക്കണം, ഇസ്ലാം കൊടുക്കണം, തൗഹീദ് കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിൽ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഈ കുട്ടി എങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഇദ്ദേഹം തൻ്റെ പിതാവിനെ നോക്കിക്കൊണ്ട് അമ്മ ഇന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്. എന്നാ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ അറിഞ്ഞോളി, എൻ്റെ വാപ്പ ഈ പറഞ്ഞ 3-ൽ 1 പോലും എന്നോട് ചെയ്തിട്ടില്ല. കാനത്ത് ഉമ്മി സൗജതൻ ലിമജൂസി. എൻ്റെ ഉമ്മ, എൻ്റെ പിതാവ് അവരെ വിവാഹം കഴിക്കുന്ന മുമ്പ് അഗ്നി ആരാധകൻ്റെ ഭാര്യയായിരുന്നു. ബാപ്പ അയാൾ മരിച്ചപ്പോൾ എൻ്റെ ഉമ്മയെ വിവാഹം കഴിച്ചതാണ് എൻ്റെ ഉപ്പ. അവിടെ മതമൊന്നും നോക്കിയില്ല, ദീന് നോക്കിയില്ല, സംസ്കാരം നോക്കിയില്ല, സമ്പത്തോ ഭംഗിയോ എന്തോ നോക്കി കെട്ടിയതാണ്. ആ ഉമ്മയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശിക്ഷണത്തിന് ഒരു പരിധി ഉണ്ടാകുമല്ലോ. വസമ്മാനി ജുഅല, എന്നെ വണ്ടെന്നാണ് എൻ്റെ വാപ്പ വിളിക്കുക. എടാ വണ്ടേ, ജുഅൽ, അഭിമാനം തോന്നുന്ന രൂപത്തിൽ എൻ്റെ വാപ്പെന്ന് വരെ എന്നെ അഭിസംബോധന ചെയ്തിട്ടില്ല. വലം യുഅല്ലിംനി മിനൽ കിതാബി ശൈഅ, അള്ളാൻ്റെ കിതാബിൽ നിന്ന് ഒന്നും എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അജിഅത ഇലയ്യ തഷ്കു ഉഖൂഖ ഇബ്നിക്, നീ എന്നോട്, നിന്റെ മോന് നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നു എന്ന് പരാതി പറയാൻ വന്നതല്ലേ? വഖദ് അഖബ്തഹു ഖബ്ല അൻ യഉഖക്,
നിന്നോട് അവൻ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് അവൻ നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് നീ അവനോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. അവൻ നിന്നോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ അവനോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്? അവിടെയാണ് നമ്മൾ ആദ്യം പുനർവിചിന്തനം നടത്തേണ്ടത്, ചിന്തിക്കേണ്ടത്, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്ക് നീ തരികയാണെങ്കിൽ സ്വാലിഹിനെ തന്നാൽ മതി, ത്വാലിഹ് വേണ്ട, എനിക്കൊരു കുഞ്ഞിക്കാല് കാണണേ എന്നല്ല പ്രാർത്ഥന, റബ്ബേ എനിക്ക് സൽസന്താനത്തെ തരണനാഥ എന്ന പ്രാർത്ഥന. എനിക്ക് സൽസന്താനം അല്ലെങ്കിൽ വേണ്ടാന്നാ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കളിൽ ഫലിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പുതിയ കാലത്തെ മക്കളോട് നമ്മൾ ഇടപെടേണ്ട രീതിയിൽ കുറച്ചൊക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ടവർ മാറ്റം വരുത്തണം. എന്താ അറിയോ, 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ ശീലിക്കണം. 2, പരിഗണിക്കേണ്ട രൂപത്തിൽ നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സ്വാദിഖുൽ അമീൻ മൻ അഹബ്ബ അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബു. നിങ്ങൾ ആരെങ്കിലും തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനോട് പറയട്ടെ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. പോയി പറയണമെന്നാ. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാളുടെ വ്യക്തിത്വം, സ്വഭാവം, നല്ല നേതാവായിരിക്കും, നല്ല ലീഡർഷിപ്പുള്ള ക്വാളിറ്റിയുള്ള മഹല്ലിലെ നേതാവായിരിക്കും, നല്ല വ്യക്തിത്വമായിരിക്കും, ആളുകളോട് സംസാരിക്കാൻ അറിയുന്ന ആളായിരിക്കും, മാന്യനായിരിക്കും, അപകടങ്ങളിൽ സഹായിക്കുന്ന ആളായിരിക്കും. അത്തരം ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റസൂൽ പഠിപ്പിക്കുകയാണ്, പോയി പറയണം ഭാര്യയോട്. നന്മയുള്ള നാം ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളുണ്ട്, ഭാര്യയോട് നമ്മുടെ ഇഷ്ടം പറയണം, മക്കളോട് പറയണം, ഉമ്മയോട് പറയണം, ഉപ്പയോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, താൻ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഇഷ്ടപ്പെടുന്നു അറിയിക്കട്ടെ. ലോകത്തെ എല്ലാ ആത്മഹത്യകളുടെയും അടിസ്ഥാനപരമായ കാരണം എന്താ അറിയോ? ലോകത്ത് നടക്കുന്ന എല്ലാ സൂയിസൈഡുകളുടെയും ബേസിക് കാരണം ഒന്നാണ്. സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു, കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു, അതുപോലുള്ള പല കാരണങ്ങളുണ്ട്. രോഗം കാരണം ചികിത്സ വേണ്ടു, രോഗശമനമല്ല, ആത്മഹത്യ ചെയ്തു. ബേസിക് കാരണം ഇതിൻ്റെയൊക്കെ ഒന്നാണ്. എന്താ അറിയോ? എത്ര പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ തൗഹീദ് പരമപ്രാധാന്യമാണ്. ആ ചർച്ചയല്ല അവിടെ, തൗഹീദ് പരമപ്രാധാന്യമാണ്. അതുമാത്രമല്ല, കൂടെ നിൽക്കാൻ, തന്നോടൊപ്പം കട്ടക്ക് നിൽക്കുന്ന പറയുന്നുണ്ടല്ലോ, അങ്ങനെ നിൽക്കാൻ മക്കളുണ്ടെങ്കിൽ, കുടുംബമുണ്ടെങ്കിൽ, സുഹൃത്തുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ ആത്മഹത്യത്തെക്കുറിച്ച് ചിന്തിക്കൂല. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആത്മഹത്യക്കുള്ള കാരണങ്ങളിലൊന്ന് താൻ ഒറ്റപ്പെടുന്നു എന്ന ചിന്തയാണ്. ആ ഒറ്റപ്പെടലില്ലാതിരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ചൊരു സഹാബി ഇങ്ങനെ കടന്നുപോയപ്പോൾ മറ്റൊരു സഹാബി കടന്നുപോയി. പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി റസൂലിനോട് പറഞ്ഞു, റസൂലേ ഇന്നി ലഉഹിബ്ബു ഹാദാ, ഈ പോണ ആളെ എനിക്കിഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം, അഅലംതഹു, നീ അയാളോട് ഇഷ്ടം പറഞ്ഞോ? അയാൾ പറഞ്ഞു, മാ അലംതഹു, ഞാൻ പറഞ്ഞിട്ടില്ല. അലിംഹു, പോയി പറ. അയാൾ ബേക്കിലോടി, ഹദീസാണ്, ബേക്കിലോടി. എന്നിട്ട് അയാളെ വിളിച്ചു നിർത്തിച്ചു. അയാൾ വാഹനപ്പുറത്താണ്, വാഹനത്തെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അയാൾ തിരിച്ചു പറഞ്ഞു, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹു, താങ്കൾ ആർക്ക് വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് ആ ആൾ താങ്കളെയും ഇഷ്ടപ്പെടട്ടെ. സുന്നത്തു റസൂലിന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി റസൂലിൻ്റെ മക്കളോടുള്ള സമീപനം നോക്കി. ഫാത്തിമ, ഒരുപാട് മക്കൾ. സൈനബിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈനബു അഫ്ളലു ബനാതി, എൻ്റെ പൊന്നുമോളാണ്, എൻ്റെ മക്കളിൽ ഏറ്റവും അഫ്ളലായ മോളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹ പ്രയാസപ്പെട്ടു. ഹിജറ പോണ സമയത്ത് ഭർത്താവ് കാഫറായിരുന്നു. ആ സമയത്ത് അവർ തടവിലാക്കപ്പെട്ടു, വരാൻ കഴിഞ്ഞില്ല. പിന്നീട് അവരെ മോചിപ്പിക്കപ്പെടുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സൈനബിനെ മദീനയിലേക്ക് എത്തിക്കുന്നത്. അവസാനം സഹാബികൾ സൈനബിനെയും കൊണ്ട് മദീനയിലെത്തിയപ്പോൾ തൻ്റെ മകൾ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ആദർശത്തിൻ്റെ പേരിലാണ്, തൻ്റെ ആദർശം തൻ്റെ മോൾ സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ ദുരന്തം മുഴുവൻ മോൾക്കുണ്ടായത്.
മോളെ കണ്ട മാത്രയിൽ പറഞ്ഞ വാക്കാണ് സൈനബു അഫ്ളലു ബനാതി, എൻ്റെ മക്കളിൽ ഏറ്റവും അഫ്ളലാണ് എൻ്റെ സൈനബ്. ഇതാണൊരു വാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ച്, ഏറ്റവും കൂടുതൽ ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഹദീസുകളിൽ വന്നത്. അത് ഫാത്തിമയോട് മാത്രമായിരുന്നു ഇഷ്ടം എന്നതുകൊണ്ടല്ല, രാഷ്ട്രീയപരമായ പല കാരണങ്ങളുണ്ട്. അങ്ങനത്തെ ഹദീസുകളാണ് കൂടുതൽ വന്നത്. ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ച് റസൂൽ പറഞ്ഞു, ഫാത്തിമതു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ അംശമാണ്. മൻ അബ്ഗളഹ ഫഖദ് അബ്ഗളനി, എൻ്റെ മോളെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിച്ചത്. ഫാത്തിമതു ഖിത്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ ഭാഗമാണ്. ഫാത്തിമതു ഉമ്മു അബീഹ, ഫാത്തിമോളെ വാപ്പാൻ്റെ അമ്മയാണ്. എന്തൊക്കെയാ പറഞ്ഞേ? ഫാത്തിമോളെ വാപ്പാൻ്റെ അമ്മയാണെന്ന്. എന്താ വാക്ക് നോക്കി? ഫാത്തിമതു ഉമ്മു അബീഹ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? സ്വന്തം ഉമ്മ ആമിന തന്നെ എങ്ങനെയാണോ പരിചരിച്ചത്, അതാണ് എൻ്റെ മോൾ എന്നെ പരിചരിക്കുന്നത്. എൻ്റെ മോൾ അങ്ങനെയാണ് എന്നെ പരിചരിക്കുന്നത്. എൻ്റെ ഉമ്മയെ എൻ്റെ മോൾ ഓർമ്മപ്പെടുത്തുന്നു. ഷിഅബ് അബി താലിബിൽ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടപ്പോൾ കൂടെ നിന്ന് ഉപ്പയുടെ കൂടെ ഉപ്പാക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ഇങ്ങനെ മക്കളെ പ്രശംസിക്കാൻ നമുക്ക് സാധിക്കണം. അവർ കേൾക്ക് പ്രശംസിക്കണം. മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമ്മളെ പരിചരിക്കുന്നുണ്ട്, ഭാര്യ നമ്മളെ നോക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രശംസിക്കാനും സ്നേഹം അറിയിക്കാനും പിശുക്കന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക ഫാത്തിമത്തു ബിദഅത്തും മിന്നി. എന്തിനാ പറഞ്ഞറിയോ? ചില പ്രശ്നങ്ങൾ എത്ര സുന്ദരമായിട്ട് റസൂൽ പരിഹരിച്ച്. ഫാത്തിമ ബീബിയും അലി റളിയല്ലാഹു തമ്മിൽ എന്തോ ഒരു പ്രശ്നം, സ്വാഭാവികം. വീട്ടിലേക്ക് തെറ്റി വന്നു, വാപ്പാൻ്റെ അടുത്ത് പരാതിയായി, മോള് വന്നു, വാപ്പ മോളെ ആ പരാതി കേട്ടാൽ തന്നെ ആ പ്രശ്നം അവിടെ തീരും. പരാതി കേൾക്കുന്ന മുമ്പ് തന്നെ നമ്മൾ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നം. ആ പരാതി കേൾക്കുക എന്നുള്ളതായിരിക്കും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ മകള് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. റസൂൽ ആ പരാതി കേട്ടു. ഇതൊരൊറ്റ വാക്കാ, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി മൻ അബ്ഗളഹ ഫഖദ് അബ്ഗളനി, ഫാത്തിമ എൻ്റെ അംശമാണ്. എൻ്റെ മോൾ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ എന്നെയാണ് ദേഷ്യം പിടിപ്പിച്ച്. അത് കേട്ടാൽ മതി ആ മോൾക്ക്. അത് നേരെ മദീനത്തെ പള്ളിയിലേക്ക് മരുവനെ കാണാൻ, മകളുടെ ഭർത്താവിനെ കാണാൻ, പരിഹാരത്തിന് നേരെ ചെന്നു. മണ്ണിൽ പുരണ്ട് കിടക്കുകയാണ്, തെറ്റി വന്നിട്ട് മണ്ണിൽ കിടക്കുകയാണ്. യാ അബാ തുറാബ്, യാ അബാ തുറാബ്, എന്താ ഈ മണ്ണിൻ്റെ വാപ്പ ഇവിടെ കിടക്കുന്നത്? ഇതിനൊക്കെ തെറ്റിപ്പോരാണോ? പ്രശ്നം അവിടെ തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുക. ഞാൻ അവസാനിപ്പിക്കും. പരിഗണിക്കുക, അതാണ് രണ്ടാമെന്ന് പറയാനുള്ളത്. ആളുകളെ കുടുംബങ്ങളിൽ നമ്മൾ പരിഗണിക്കുക, മക്കളെ പരിഗണിക്കുക, സ്നേഹം കൊടുക്കുക, പരിഗണിക്കുക. റസൂലിൻ്റെ ഒരു വാക്കുണ്ട്, അൻസിലുന്നാസ മനാസിലഹും, ജനങ്ങൾക്ക് നൽകേണ്ട സ്ഥാനം കൊടുക്കുക. ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറന വലം യഅലം ശറഫ കബീരിന, നമ്മിൽപ്പെട്ടവനല്ല മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും കുട്ടികളോട് കരുണ കാണിക്കാത്തവനും. അൻസിലുന്നാസ മനാസിലഹും, ആളുകൾക്ക് നൽകേണ്ടത്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു കല്യാണത്തിന്, നമുക്ക് അനുഭവം ഉണ്ടാവും, കല്യാണത്തിന് വിളിക്കാൻ നമ്മൾ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് വേണ്ട രൂപത്തിൽ വിളിക്കാൻ വിട്ടുപോയി. അയാൾക്കറിയാം ഓൻ എന്നെ വിളിക്കാതെ ഒരു കല്യാണം നടത്തൂല, വിട്ടുപോയതാണ്. നമ്മുടെ കൂടെ നടക്കുന്നവനായിക്കും, കൂടെ നടക്കുന്ന ഓനെ കല്യാണത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഓൻ കല്യാണപ്പുരയിൽ തലേന്നുണ്ടാവും, കാര്യങ്ങൾക്ക് മുമ്പിലുണ്ടാവും. വേറെ ചില ആളുകളുണ്ട്, അവരോട് നമ്മൾ പറഞ്ഞില്ല എന്നല്ല, പറയേണ്ട രൂപത്തിൽ പറഞ്ഞില്ലേ ഒരു എത്തൂല. അത് ഓരോരുത്തരുടെ പ്രകൃത. അതറിഞ്ഞ ആളുകളോട് പെരുമാറുക, ആളുകളെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കുക. അൻസിലുന്നാസ മനാസിലവും, കുട്ടിയാണോ അവന് സ്ഥാനം കൊടുക്കുക. കുടുംബത്തിൽ എല്ലാവർക്കും സ്ഥാനം, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുക. മക്കൾ പറയുമ്പോൾ കേൾക്കുക, ഭാര്യ പറയുമ്പോൾ കേൾക്കുക. സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിച്ചാൽ മതി. അൻസിലുന്നാസ. ഇനി നോക്കി ഒരൊറ്റ ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളി എത്ര തിരക്ക് പിടിച്ചൊരു പള്ളിയാണ്. നമ്മുടെ ഈ എറഞ്ഞിക്കൽ പള്ളി പോലുള്ള ഒരു പള്ളിയല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി യൂണിവേഴ്സിറ്റിയാണ്, സർവകലാശാലയാണ്. ദീന് പഠിക്കാൻ, മതവിജ്ഞാനം നേടാൻ അങ്ങോട്ടാണ് ആളുകൾ വരുന്നത്. പ്രവാചകന്റെ പള്ളി പാർലമെന്റാണ്, നിയമനിർമ്മാണ സഭയാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ നിയമങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങളും പഠിപ്പിക്കുന്നതും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും. അതൊരു കോടതിയാണ്, അവിടെയാണ് വിധി തീർപ്പ് കൽപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സൈനിക കേന്ദ്രമാണ്. അവിടെ നിന്നാണ് ഉസാമയെയും ഖാലിദ് ഇബ്നു വലീദിനെയും സഅദ് ഇബ്നു അബി വഖാസിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെയൊക്കെ സൈനിക കൃത്യമായ നിർദ്ദേശങ്ങളുമായി കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പട്ടാളത്തെ അയക്കുന്നത്. ആ പള്ളിയിൽ ആരൊക്കെ വരും? മറ്റു മതസ്ഥർ വരും, മറ്റു രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ വരും. ഇവിടെ വരുന്നവരെ മുഴുവൻ റസൂൽ പരിഗണിച്ചു എന്നാ. കൂട്ടത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയ അനുജൻ അബൂ ഉമൈർ എന്നാ വിളിക്കുക. അബൂ ഉമൈർ റസൂൽ മദീനയിലേക്ക് വരുമ്പോഴാണ് അബൂ ഉമൈർ ജനിക്കുന്നത്. റസൂലാണ് ആ വായിൽ ആദ്യമായി മധുരം വെച്ച് കൊടുത്തത്. കാരക്ക ചവച്ച് റസൂലിൻ്റെ വായിൽ നിന്ന് റസൂൽ അതെടുത്ത് ആ ജനിച്ച കുഞ്ഞിൻ്റെ വായയിലേക്ക് മധുരം വെച്ച് കൊടുത്ത ആ മോനാണ് അബൂ ഉമൈർ.
അനസ് ഇബ്നു മാലിക് റസൂലിൻ്റെ സേവകനാണ്. അനസ് ഇബ്നു മാലിക്കിൻ്റെ ഈ കുഞ്ഞുമോൻ 3-4 വയസ്സ് പള്ളിയിലുണ്ടാവും നിസ്കരിക്കാൻ. ഏട്ടൻ്റെ കൈ പിടിച്ചു വരും. പള്ളിയിൽ കുറച്ച് ദിവസം കാണുന്നില്ല. പള്ളിയിൽ ആ കുട്ടീനെ കാണുന്നില്ല. എന്തൊക്കെ തിരക്കുണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ തിരക്കിനടക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂമേറിന് എന്ത് പറ്റി? മാ ഫഅല അബൂ ഉമൈർ. അനസ് ഇബ്നു മാലിക് പറഞ്ഞു, ഒരു കുരുവി ഉണ്ടായിരുന്നു അബൂ ഉമൈറിൻ്റെ കയ്യിൽ, അത് ചത്തുപോയി. അവൻ വളർത്തുന്ന ഒരു കുരുവി ചത്തുപോയി. അതിൻ്റെ വിഷമത്തിൽ പള്ളിയിലേക്ക് വരാതിരിക്കുകയാണ്. നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഡൗൺ ടു എർത്ത് എന്ന് പറയില്ല, എത്രത്തോളമാണ് ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന റസൂല്. ഈ ജനനേതാവ്, അറേബ്യൻ ചക്രവാളത്തിൻ്റെ അധിപൻ, ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമൈറിനെ ആശ്വസിപ്പിക്കാണ്. ചെന്നിട്ട് യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, കുരുവിക്ക് എന്ത് പറ്റി? സാരല്ല. ഇനി നമ്മളൊന്ന് ആലോചിക്കും, ഈ പറയുന്ന ഞാനുങ്ങളും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിസാരായിരിക്കും, പക്ഷെ അവരുടെ ലോകത്തതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് നേരം കിട്ടാറുണ്ടോ? ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പരിഗണിക്കുക. 100-ൽ 100 മാർക്ക് വാങ്ങി വരുന്ന കുട്ടിയെ 100 മാർക്ക് കിട്ടി മദ്രസന്ന്, എന്തോ ഒന്ന് പറഞ്ഞതിന് കിട്ടിയതായിരിക്കും, പക്ഷെ പരിഗണിക്കണം. ആ കുട്ടിയുടെ സന്തോഷത്തിൽ ആ കുട്ടിക്ക് മനസ്സിലാവണം, മാതാപിതാക്കളാണ് എന്നേക്കാൾ സന്തോഷിക്കുന്നത്. കഴിയുന്നത് പോലെ ആ കുട്ടിയെ പാരിതോഷികം കൊടുക്കണം. ഇനി ഒന്നും കൊടുക്കാനുള്ള ഒരു വാക്ക് മതി. ആ കുട്ടി വിജയങ്ങൾ കിട്ടുമ്പോൾ ആഘോഷിക്കാൻ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് വരും. കാരണം ആ കുട്ടിക്ക് ഏറ്റവും വലിയ സന്തോഷം തൻ്റെ വിജയത്തിൽ ആനന്ദം കാണിക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ ആയിരിക്കും. ഇങ്ങനെയാണ് മക്കളെ ചേർത്തു പിടിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മാതൃകകളാകുക. എൻ്റെ കുട്ടി എങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ ആവുക. എൻ്റെ കുട്ടി സത്യസന്ധനാവണം, ഞാൻ സത്യസന്ധനാവുക. മാന്യനാവണം, ഞാൻ മാന്യനാവുക. എൻ്റെ കുട്ടിയുടെ കുടുംബജീവിതം സന്തോഷകരമാവണം, എൻ്റെ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ ഞാൻ മറന്നു. നമ്മുടെ മക്കൾ നമ്മളെ ഫോളോ ചെയ്യണം. നമ്മുടെ മക്കൾ നമ്മൾ മാതൃകകളാവുക. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ തൊട്ടുമുള്ള സംസാരത്തിൽ കൃത്യമായി ഇവിടെ പറഞ്ഞു വെച്ചാൽ അത് തന്നെയാണ് പരിഹാരം. നമ്മുടെ മക്കൾക്ക് നമ്മളെക്കുറിച്ച് അഭിമാനിക്കാൻ തോന്നണം. എൻ്റെ വാപ്പ വാക്ക് പറഞ്ഞാൽ പാലിക്കും, മാന്യനാണ്, വൃത്തികേട് പറയൂല, തെറ്റ് സംഭവിച്ചാൽ അത് ബോധ്യപ്പെട്ടാൽ തിരുത്തും. ആ എൻ്റെ ഉപ്പയാക്കിയത് എൻ്റെ ഉപ്പയുടെ മതമാണ്. ആ കുട്ടിക്കത് മനസ്സിലായി. അപ്പം ആ കുട്ടിയോട് ആര് മതത്തെ എതിർത്ത് പറഞ്ഞാലും ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, മതമാണ് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം, മതമാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആനന്ദമെന്ന് ആ കുട്ടി മനസ്സിലാക്കിയാണ്. ഇതൊന്നും അറിയാത്തൊരു കുട്ടിയാണ്, മതവും അറിയില്ല, കുടുംബം ആകെ അലങ്കോലപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുട്ടിയോട് മതത്തെക്കുറിച്ച് എന്ത് തോന്നിയാസം പറഞ്ഞാൽ ഓനറിയില്ല, മതം ഓനറിഞ്ഞിട്ടില്ല. ഇവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. ആയത്തുൽ മുനാഫിഖി സലാസ, കപട വിശ്വാസിയുടെ ലക്ഷണം 3 എണ്ണമാണ്. കുട്ടി പഠിക്കാണ്. ഇതാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. ഇതാ അത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വൈദ വഅദ അഖ്ലഫ, വാഗ്ദത്തം നടത്തിയാൽ ലംഘിക്കും. ഇത് കുട്ടി പഠിക്കണം മദ്രസന്ന്. ഹറാമ് കാണാൻ പാടില്ല, വൃത്തികേട് കേൾക്കാൻ പാടില്ല. സ്ത്രീ വസ്ത്രം ധരിക്കുമ്പോൾ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കണം. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കരുത്. തട്ടം ധരിക്കുമ്പോൾ അവരുടെ ശിരോവസ്ത്രങ്ങൾ മാറുകൾക്ക് താഴെ താഴ്ത്തിയിടണം. ഖുർആൻ്റെ ആയത്താണ്. ഇത്ര നിസാരായി നമ്മൾ കാണുന്നൊരു കാര്യമാണ്. എന്ത്? മാറിന് മുകളിലൂടെ ശിരോവസ്ത്രം താഴ്ത്തിയിടണമെന്ന് ഖുർആനിൻ്റെ ആയത്താണ്. 1200-ൽ 6200-ൽ പരം ആയത്തുകളുള്ള ഖുർആനിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഖുർആന് ഒരായത്ത് മാറ്റിവെച്ച ഇത് പറയാനാണ്. വലിയ ലറീബിന ഖുർആനിലെ ആയത്ത് അലാ ജുയൂബിഹിന്ന എന്ന ഖുർആനിലെ ആയത്ത്. അവർ അവരുടെ ശിരോവസ്ത്രങ്ങൾ മാറുകൾക്ക് മീതെ താഴ്ത്തിയിടട്ടെ. താഴ്ത്തിയിടണം. കുട്ടി കേൾക്കുകയാണ് മദ്രസന്ന്, നെരിയാണിക്ക് താഴെ വസ്ത്രം പോകരുത്. ഒരു വിശ്വാസിയുടെ രൂപം എന്താണ്? ഒരാണിൻ്റെ സമീപനം എന്താണ്? അവൻ്റെ വസ്ത്രം എന്താണ്? അവൻ്റെ സംസ്കാരം എന്താണ്? ആ കുട്ടി കേൾക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ടോ 1.5 മണിക്കൂറുള്ള മദ്രസിൽ കിട്ടുന്ന ദീനിന് വിരുദ്ധമായി നമ്മൾ 22.5 മണിക്കൂർ ദീന് കൊടുക്കുന്നു. എന്നിട്ട് അധ്യാപകനോട് നമ്മൾ പരാതി പറയുന്നു, മോൻ വഴി പേച്ചുപോയി, പറഞ്ഞേക്കില്ല. മോൻ ഈ 1.5 മണിക്കൂർ ദീന് കൊടുത്തിട്ട് 22.5 മണിക്കൂർ ശൈത്താനിയത്ത് നമ്മൾ കൊടുത്താൽ മോന് പേച്ചു പോയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇവിടെയാണ് വീട്ടിലേക്ക് വരികയാണ്. ആയത്തുൽ മുനാഫിഖ് സലാസ, കപട വിശ്വാസി, വാക്ക് പറഞ്ഞാൽ പാലിക്കൂല. എന്നിട്ട് നമ്മൾ നിസ്സാരിക്കുക, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഞാനടക്കമുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞാൽ തിരുത്തുക. എന്നിട്ട് 5 വയസ്സുള്ള മോള്, 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടി, എനിക്ക് വാപ്പാൻ്റെ കൂടെ വണ്ടിമേൽ വരണം നിർബന്ധമാണ്.
എന്നാൽ ഈ ഒരു പണി, പോയിട്ട് വസ്ത്രം ധരിച്ച് വേഗം വാ നമുക്ക് പോവാം. അത് പറഞ്ഞിട്ട് കുട്ടി വസ്ത്രം ധരിക്കാൻ പോകുമ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഒറ്റപ്പോക്ക്. അപ്പം നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്താ? വാക്ക് പറഞ്ഞാൽ പാലി. ഇവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ശിർക്ക് കൊടിയ പാപമാണെന്ന് ഒരു കുഞ്ഞ് ആദ്യം കേൾക്കേണ്ടത് വാപ്പന്റെ നാവിൽ നിന്നാണ്, ഉമ്മയുടെ നാവിൽ നിന്നാണ്. അത് മദ്രസയിൽ ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ട സാധനമല്ല. ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ടി ഉസ്താദ് പറഞ്ഞു കൊടുത്തോളൂ. വാപ്പയുടെ നാവിൽ നിന്ന് ഉമ്മയുടെ നാവിൽ പറഞ്ഞു കൊടുത്തോ. ഞങ്ങൾ ആത്മാർത്ഥമായി, ഞാൻ അടക്കമുള്ളവരോട്, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച്, നമ്മൾ ആ മക്കളെയും കൊണ്ട് ടൂർ പോകാറുണ്ട്, മലനിരകൾ കാണിച്ചു കൊടുക്കാറുണ്ട്, കടൽ കാണിച്ചു കൊടുക്കാറുണ്ട്. ആ കടലിന്റെ മുന്നിൽ, മലനിരകളുടെ മുന്നിൽ, ലോകാത്ഭുതങ്ങളുടെ മുന്നിൽ ഇതിന് പിന്നിലുള്ള സൃഷ്ടാവിനെ കുറിച്ചൊരു സൂചന നമ്മുടെ നമ്മിൽ നിന്ന് ഒരു സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് പടച്ചോന്റെ സൃഷ്ടിപ്പ് മക്കൾക്ക് പകർന്നു കൊടുക്കാൻ. മോനെ, അന്നം നൽകിയ, ഭക്ഷണം നൽകിയ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ മഹാസൃഷ്ടാവായ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെതിരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ, ജിന്നിനെ, മലക്കിനെ, കല്ലിനെ, ജാറത്തിനെ, ഏതെങ്കിലും ഒന്നിനെ ദൈവമായി നീ സ്വീകരിക്കലാണ് നീ ചെയ്യുന്ന കൊടിയ പാപം. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമല്ല പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് തിരുത്തേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അനുധാവനം ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരി